എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണോ? ഇവിടെ സമയം 7:20, സൺസെറ്റൊക്കെ ആവുന്നു. ഞങ്ങൾ ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഈവനിങ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ നല്ല വെതറാണ്. ഇതിപ്പം മാർച്ച് ആയിട്ടേ ഉള്ളൂ. യൂഷ്വലി ഈ സമയമൊക്കെ ഇത്രയും നല്ലൊരു വെതർ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. എപ്പോഴും ഒരു ഏപ്രിൽ കഴിയുമ്പോഴാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഈ ഒരു ക്ലൈമറ്റ് ആയി വരുന്നത്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് പോസിറ്റീവാണ് വെതർ. അപ്പൊ ഞങ്ങൾ ഇന്ന് വൈകിട്ട് ജിമ്മിലൊക്കെ പോവാം എന്നും പറഞ്ഞ് റെഡിയൊക്കെ ആയി. പക്ഷെ വെതർ കണ്ടപ്പോ ഓർത്തു ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന്. എന്താ 14 ഡിഗ്രി പോസിറ്റീവാ. പിന്നെ വെട്ടാണെങ്കിലും യൂഷ്വലി വിന്റർ ആകുമ്പോ ഒരു 3 മണിയൊക്കെ ആകുമ്പോ ഇരുട്ടി തുടങ്ങും. ഇപ്പൊ സമയം എത്രേ 7 മണിയായി. 7 മണിയായിട്ടും മങ്ങി തുടങ്ങി. പക്ഷെ സ്റ്റിൽ ഒരു വെളിച്ചം ഉണ്ട് അല്ലെ, ചെറുതായിട്ടൊരു വെട്ടമുണ്ട്. എന്തായാലും ഹോപ്പ്ഫുള്ളി ഇനി സ്നോ ഒന്നും പെയ്യില്ലാന്ന് വിചാരിക്കണു. യൂഷ്വലി ഒരു മാർച്ചൊക്കെ ഫെബ്രുവരി പെയ്യോ? സൺഡേ സ്നോ ആണോ? ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ പോലെ കാനഡയിലെ വിന്റർ നാഗവല്ലിനെ പോലെ എപ്പോഴാ ഇരിക്കുന്ന ഇരിപ്പി. ചിലപ്പോ രാവിലെ നല്ല സൂര്യപ്രകാശം, ഉച്ചയ്ക്ക് മഴ, വൈകിട്ട് സ്നോ. ഒന്നും പറയാൻ പറ്റത്തില്ല ഇവിടുത്തെ ക്ലൈമറ്റ്. പക്ഷെ എന്തായാലും കഴിഞ്ഞ 1-2 ദിവസത്തെ വെതറിൽ വി ആർ വെരി ഹാപ്പി. ആൾക്കാരെല്ലാം ഒരു സമ്മർ മൂഡിലേക്ക്, ഇവിടെ സമ്മർ ആയി കഴിയുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു സന്തോഷം ഇങ്ങനെ കാണാനിട്ട് എല്ലാരും ഭയങ്കര പ്ലസന്റ് ആവും. കഴിഞ്ഞ 1-2 വട്ടത്തെ വിന്റർ ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വട്ടത്തെ വിന്റർ അല്ലെ ഭയങ്കര സ്ട്രക്ചേർഡ് ആണ്. കാരണം കറക്റ്റ് സമയത്ത് വിന്റർ മഞ്ഞ് പെയ്യാൻ തുടങ്ങി, മഞ്ഞ് ഏകദേശം കുറഞ്ഞു തുടങ്ങി. കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല വെതറായിരുന്നു. നല്ല ക്ലൈമാറ്റിക് ചേഞ്ചസ് ഒക്കെ നല്ലായിരുന്നു. ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പാർക്ക്. ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. ഇവിടെ 2 ബസ്സാണ് പോണത്. ഒന്ന് 131-ഉം ഒരെണ്ണം 39-ഉം. അപ്പോ രണ്ടും ഇവിടെ വന്ന് നിന്നാൽ നമുക്ക് ബോർഡ് ചെയ്യാം. ദാ അവിടെ കണ്ടോ ബസ് വരുന്നുണ്ട്. ദാ കുറച്ചും കൂടെ സൂം ചെയ്താൽ കാണാൻ പറ്റുമായിരിക്കും. അതെ, ഇതിന് മുന്നത്തെ ബസ് സ്റ്റോപ്പ് ആണ് കേട്ടോ അത്. വരുന്നാണ് ഞങ്ങളുടെ ബസ്. ഇപ്പൊ ഇവിടെ സമയം ഒരു 7:30 കഴിഞ്ഞു. ഞങ്ങളൊരു 6:15, 6:30 ആയപ്പോഴാട്ടോ നടക്കാൻ ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു ഒരു ഗുഡ് 1 hour 45 minutes അത്ര എന്തോ ഞങ്ങൾ നടന്നിട്ട് ഇപ്പൊ വീടെത്തിയിട്ട് പുട്ടുംകുറ്റി ഉണ്ടോ? പുട്ടുംകുറ്റി ഡ്രാഗൺ കൊടുക്കാനുണ്ട്. ഇത് ഡ്രാഗണിന്റെ പുട്ടുംകുറ്റി. അപ്പൊ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം പുട്ടുണ്ടാക്കിയപ്പോൾ കുറച്ച് നമ്മളൊരു 5-6 പേരുണ്ടായിരുന്നു. അപ്പം ഒരു പുട്ടുംകുറ്റിയിൽ ഉണ്ടാക്കാൻ ഒരു പുട്ടുംകുറ്റിയിൽ ഉണ്ടാക്കിയ കുറച്ച് മെനക്കേടാണല്ലോ ഇത്രയും പേർക്ക്. അപ്പം 2 പുട്ടുംകുറ്റിയിൽ ഉണ്ടാക്കിയ പണി വേഗം കഴിയുന്നുണ്ട്. ഡ്രാഗണിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവരും ഫുഡ് ഉണ്ടാക്കിയത്. എന്നിട്ട് പിന്നെ ഇത് ഇവിടെ ഇരുന്നു. ഇനിയിപ്പോ ഇത് കൊടുക്കണം, ഡ്രാഗണിന്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പിക്ക് ചെയ്യണം. അപ്പൊ അതിനൊക്കെ ആയിട്ട് ഞങ്ങളിതാ ഇനിയിപ്പോ അങ്ങോട്ടേക്ക് ആശാന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പോകാൻ പോവാ. എന്നിട്ട് എന്തായി വീശകോണക? എന്തായി? നമുക്കൊരു മറ്റേ ഇൻഫ്ലേറ്റിംഗ് ബെഡ് വാങ്ങാം. വേറെന്തെങ്കിലും അല്ലാതെ കിടക്കാൻ സുഖമില്ല? കിടക്കാൻ സുഖമുണ്ട്, കിടക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് വേണമായിരുന്നു, പനോരമയ്ക്ക് വേണമായിരുന്നു ഇതിന് പകരം. അല്ല, കാല് വെക്കാൻ സ്ഥലമുണ്ടാ? എനിക്ക് കാണത്തില്ല ഇവിടുന്ന് അങ്ങോട്ട്. എടാ കാണത്തില്ലെന്ന്. ലൈറ്റ് ഇട. എവിടെ? അവിടെ ലൈറ്റ് ഇട്ടാ ഇതാവോ? ഇവിടെ എവിടെയാ ഞെക്കണ്ടേ? കുടുങ്ങിയോ അതിനകത്ത്? ശരിയാ, ഇതിന്റെ സീറ്റിൽ ഈ സാധനമൊക്കെ കുത്തിക്കൊള്ളു അല്ലെ കിടന്നാ. നമ്മുടെ മറ്റേ എയർബെഡ് പറ്റില്ല. പക്ഷെ എയർബെഡ് സൈസ് കറക്റ്റ് ആവോ? ഐ ഡോണ്ട് തിങ്ക് സോ. നമ്മുടെ എയർബെഡ് ഇതിലും വലുതാ, ഇതില് കേറില്ല. അയ്യോ, പാത്രം എടുത്തില്ല കേട്ടോ ഞാന്. പാത്രം അല്ല, ചിക്കൻ കൊണ്ടുവരാൻ അതും എടുത്തില്ല. ചിക്കൻ കൊണ്ടുവരാൻ പാത്രം എടുത്തില്ല. ഓക്കെ, സെറ്റ്. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. എന്റെ മോനെ ഇപ്പൊ വണ്ടിയുടെ നെഞ്ചത്ത് കയറിയാണ്. ഫോണില്ലേ ഇയാള്? ഓക്കെ, അവിടെ നിർത്തുക. ഓക്കെ, തുറക്കൂ. ക്യാമറമാൻ ഞാൻ തിരിഞ്ഞൊക്കെ നിന്നപ്പോ വീഡിയോ എടുക്കുകയാണല്ലോ ക്യാമറമാന്.
കാണുന്നില്ല ഒന്നും. കാണുന്നുണ്ടോ എന്നെ? ആങ്കിള് തിരിക്കും. ഇങ്ങോട്ട് ഇങ്ങോട്ട്. അയ്യോ, നമ്മൾ എങ്ങോട്ടാ പോണേ? ഡ്രാഗന്റെ അടുത്തുനിന്ന് കൊടുക്കൽ വാങ്ങൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മള് ഇവിടെ ചായ് വാലയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ചായ കുടിക്കാൻ. ചായയോ കോഫിയോ? ചായ് വാല. ബ്രൗൺ ഷുഗർ എടുക്കാം. ഇതിന്റെ ഇന്റീരിയർ നല്ല രസമുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ കുറെ സാധനങ്ങൾ ഇവർ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറെ താജ്മഹൽ, പിന്നെ കുറെ സ്ട്രീറ്റ്സ്, പണ്ടത്തെ ട്രെയിന്, പിന്നെ ഇങ്ങനെ ഞങ്ങളിപ്പോ ഇരിക്കുന്നത് ഒരു എന്താ ഇത്, എന്താ പറയുന്നത് ഇതിനെ? ചെറിയൊരു കമ്പാർട്ട്മെന്റ്, ഒരു കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഹട്ട് പോലത്തെ ഒരു സാധനം. അതും കൊള്ളാം. പിന്നെ നല്ല ഭംഗിയുള്ള കുറെ ലൈറ്റ്സ് തൂക്കിയിട്ടിട്ടുണ്ട്. അതും നല്ല രസമുണ്ട്. മൊത്തത്തിലൊരു വൈബ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു നടുക്കൊരു മരമുണ്ട്. അതും രസമുണ്ട്. പെയിന്റിങ്സ് അടിപൊളി. വോൾ ആർട്ടൊക്കെ നല്ല രസമുണ്ട്. ലൈറ്റിങ്ങിന്റെ അയ്യോ ചൂടായിരുന്നു. തുറക്കട്ടെ? ഞാനൊരു പറഞ്ഞോ. ചിയസ് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാ പിന്നെ കുടിക്കണം എന്നാ, പിന്നെ അത് പോസ് ചെയ്യരുത്. ഓക്കെ, ഞാനൊരു കോഫിയാ പറഞ്ഞത്, അഖിലൊരു ചായ പറഞ്ഞത്. കോഫി നമ്മുടെ നാട്ടിലെ ട്രെയിനിലൊക്കെ കൊണ്ടുവരുന്ന ഒരു കോഫി ഇല്ലേ, ഒരു വാട്ടർ കോഫി, വെള്ളം കൂട്ടിയ കോഫി. അപ്പം അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു മണമുണ്ട്, ഒരു ഇന്ത്യൻ റെയിൽവേ കോഫിയുടെ മണം. പക്ഷെ കുടിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആട്ടോ. ലൈക്ക് കുറച്ച് കൂടി തിക്കാണ് സാധനം, പക്ഷെ നല്ല മധുരമുണ്ട്, ഭയങ്കര മധുരമുണ്ട്. ഇത് ഞാൻ കറക് കോഫി അല്ലേ പറഞ്ഞത്? കറക് കോഫി ഞാൻ പറഞ്ഞു, അഖില് കറക് ടീ പറഞ്ഞു. ടീ ടേസ്റ്റ് നോക്കട്ടെ. കൊള്ളാം കൊള്ളാം. എനിക്ക് കോഫിനെക്കാട്ടിലും കറക്റ്റ് ടീ ഇഷ്ടപ്പെട്ടു. നമ്മള് കോഫിക്കും ടീക്കും കൂടെ എത്ര രൂപ പേ ചെയ്തത്? $9. സോ ഞങ്ങൾ രണ്ടിനും കൂടി ഒരു $9 പേ ചെയ്തത്. $9 എന്ന് പറയുമ്പോൾ നാട്ടിൽ എത്ര രൂപയാവും അറിയില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും എഴുതി കാണിക്കാം. എത്ര 9 into 60. ഡു യുവർ math ആൻഡ് കമന്റ് ബിലോ. 540 രൂപ നാട്ടിലെ. ഏകദേശം അത്രയും. അപ്പൊ നമ്മള് വേറെ ഫുഡൊന്നും പറഞ്ഞില്ല. വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കണം. പ്രോട്ടീൻ കയറ്റണം. പ്രോട്ടീൻ ജിമ്മിൽ പോയില്ല, പക്ഷെ പ്രോട്ടീനെങ്കിലും കയറ്റണം. ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ചായ പ്ലാനിൽ ഉണ്ടായിരുന്നല്ല, പിന്നെ ചുമ്മാ അല്ല. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ ആയി വൈകിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒരു സമയം കിട്ടിയിട്ട്. എപ്പോഴും CS വരുമ്പം ഞാൻ ജോലിയിലായിരിക്കും. അപ്പം നാളെ തൊട്ട് ഞങ്ങൾ വർക്കൗട്ട് കാര്യങ്ങൾ. ഇന്നൊരു സാധാരണ വർക്കൗട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ചീറ്റ് ഡേ എടുക്കുന്നത്. ഞങ്ങൾ വർക്കൗട്ട് തുടങ്ങുന്നതിന് മുന്നേ ചീറ്റ് ഡേ എടുത്തു. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടാ. ഇനി വീട്ടിൽ ചെന്നിട്ട് കുക്കിംഗ് ഉണ്ട്, ഡിന്നർ കഴിക്കണം. ഇന്നലെ വീക്കെൻഡിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മീൽ പ്രപ്പ് ഒന്നും ചെയ്ത് വെക്കാൻ സമയം കിട്ടിയില്ല. സോ ഇന്ന് വേണം ചെന്നിട്ട് അതൊക്കെ ചെയ്യാൻ. നമ്മള് വീടെത്തി. ഇപ്പൊ സമയം ഇവിടെ 8:45. ഞങ്ങള് ഡിന്നർ ഭയങ്കര ലേറ്റ് ആയി. യൂഷ്വലി ഞങ്ങള് ഒരു 8 മണിക്ക് മുന്നേ 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഡിന്നർ കഴിച്ച് കഴിയാറുണ്ട്. പക്ഷെ ഇന്ന് ലേറ്റ് ആയി. അപ്പൊ അത് അകലെ അവിടെ ഡിഷ് വാഷിങ് ചെയ്യണു. ഞങ്ങള് ഡിന്നർ എന്തെങ്കിലും ഉണ്ടാക്കണം. എന്നിട്ട് ഇന്നിനി മീൽ പ്രപ്പ് നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം എന്തെങ്കിലും ഈസി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി ഡിന്നറും കഴിച്ച് കിടന്നുറങ്ങിയിട്ട് നാളെ മിക്കതുമായിരിക്കും മീൽ പ്രപ്പ് ചെയ്യാൻ പോകുന്നത്. ഇന്നെന്താ, ഞങ്ങള് തിലാപ്പിയ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ തിലാപ്പിയ മീൻ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. പാൻ ഫ്രൈ ചെയ്ത് എടുക്കുവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ജാസ്മിൻ റൈസ് മറ്റൊരു ഫ്രൈഡ് റൈസ് പോലെ ആക്കി എടുക്കാന്ന് വിചാരിക്കുന്നു. ജാസ്മിൻ റൈസ് ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വേഗം കുക്കാക്കി കിട്ടുന്ന ഒരു സാധന ജാസ്മിൻ റൈസ്. ഈ വട്ടത്തെ ഗ്രോസറി റണ്ണിന് പോയപ്പം വാങ്ങിയിട്ട് വന്നതാണ് ദാ ഈ ഒരു തിലാപ്പിയ ഫില്ലെ അല്ലെങ്കിൽ ഫില്ലറ്റ്. അപ്പോൾ ഇത് ഒരുപാടുണ്ട്, ഇത്രയും നമ്മൾ എടുക്കണില്ല. ഇന്ന് ആവശ്യമുള്ള 2 പീസ് മാത്രം എടുത്തിട്ട് അത് ജസ്റ്റ് കഴുകിയില്ല, ബട്ട് ജസ്റ്റ് ഇതാ നന്നായിട്ട് ടിഷ്യൂ വെച്ച് പാഡ് ഡ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരുപാട് ആർഭാടമൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഒരു ലേശം പെരുംജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം കൂടെ എണ്ണയിലും വെള്ളത്തിലും ഒന്നും ഇട്ട് കുഴക്കണില്ല. ജസ്റ്റ് ആ പൊടി അങ്ങനെ നമ്മൾ മീനിൽ പൗഡർ ചെയ്തെടുക്കുക ചെയ്യുന്നത്.
നമ്മുടെ മസാല എന്തിനെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കുഴച്ചെടുത്താലേ മീനിൽ ഒട്ടിപ്പിടിച്ചിരിക്കുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലേ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതാ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല സൂപ്പറായിട്ട് മീനിൽ കോട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കുറച്ച് ബട്ടറും ഇട്ടിട്ട് 2 ഫില്ലയും അതിലിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ 2 ഗാർലിക്കും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ജാസ്മിൻ റൈസ് ആയി വന്നിട്ടുണ്ട്. ജാസ്മിൻ റൈസ് ആയതുകൊണ്ട് വേഗം ആവും കേട്ടോ. ഒരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് വെന്തുടഞ്ഞു പോകും, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതാ നമ്മുടെ തിലാപ്പിയും റെഡി ആയിട്ടുണ്ട്. ഇതിനും അധികം വേവില്ലാത്ത മീനാണ്, വേഗം റെഡിയാവും. ഒരു 8 മിനിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പം നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ബാക്കി പരിപാടി നോക്കാം. ഞാൻ അതിലേക്ക് ഒരു 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. റൈസ് വേവിച്ച സെയിം പാനിൽ തന്നെ കേട്ടോ. റൈസ് ജസ്റ്റ് മാറ്റിയിട്ട് എഗ്ഗ് ഒന്ന് ക്രാക്ക് ചെയ്തെടുത്തു എന്ന് മാത്രം. എന്നിട്ട് 2 പോർഷനായിട്ടാണ് ഞാൻ റൈസ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വന്നിട്ട് ഓയിസ്റ്റർ സോസ്, പിന്നെ ലൈറ്റ് സോയാ സോസ്, ഉപ്പ്, ഇത്രയും മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇതാ നമ്മുടെ മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം മറിച്ചിട്ടപ്പോഴത്തേനും അത് കുറച്ച് ലൈറ്റായിട്ടൊന്ന് പൊടിഞ്ഞു. ഒരാൾക്ക് ഡാർക്ക് സോയാ സോസ് വേണം എന്ന് പറഞ്ഞു. സോ ഡാർക്ക് സോയ സോസ് ഒഴിക്കാൻ പോവാ അതിൽ. മതി മതി. അത് ജാസ്മിൻ റൈസ് അല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ ഇരിക്കുള്ളൂ. അത് സ്റ്റിക്കി ആണല്ലോ. ഫ്രൈഡ് റൈസും തിലാപ്പിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാം. ഒരു ദിവസം രാത്രി ഈ മീനും ബാക്കിയുള്ള തിലാപ്പിയുടെ ഫില എല്ലാം കൂടെ ഇങ്ങനെ ഒരു സിപ്ലോ കവറിലാക്കി 2 പോർഷൻ ആക്കിയിട്ട് ഇനി ഫ്രീസ് ചെയ്യാൻ പോവുക. അതെല്ലാം ഈ ആഴ്ച ഞങ്ങൾ കോസ്കോയിൽ പോയിട്ട് കുറച്ചധികം മീറ്റും സാധനങ്ങളും എല്ലാം റീസ്റ്റോക്ക് ചെയ്തു കേട്ടോ. ബൾക്കായിട്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങുമ്പോൾ നമ്മൾ പുറത്ത് റീറ്റെയിൽ ഗ്രോസറി സ്റ്റോഴ്സിലൊക്കെ കൊടുക്കുന്നതിനെക്കാട്ടി പൈസ കുറവാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് 2 ബാഗ്. അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ പോർക്ക് നോക്കിയപ്പം ഏകദേശം ഇതൊരു 5 കിലോ ഉണ്ട്. അത് ഇന്നലെ ഞങ്ങൾ കോസ്കോയിൽ നിന്ന് വന്ന പാടുക്കനെ കയറ്റിയതായതുകൊണ്ട് അതിനൊരു രക്ഷയിൽ അനക്കാനേ പറ്റണില്ല. ഇത് മിൻസ്ഡ് ബീഫാണ് കേട്ടോ. അതും നമ്മൾ ഇതുപോലെ പോർഷൻ ആക്കി ഡിവൈഡ് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റുക. ഫ്രീസർ തുറന്നപ്പം ചോക്ലേറ്റ് ചീസ് കേക്ക് കണ്ടതുകൊണ്ട് പിന്നെ ഡിന്നർ കഴിഞ്ഞതല്ലേ കുറച്ച് മധുരമാവാന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ അതുമൊക്കെ കഴിച്ച് ഈ സീരീസും ഒക്കെ കണ്ട് അങ്ങനെ ചില്ല് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ഈവനിങ്. അപ്പോൾ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്.